ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ എടുത്തത്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്തുണ്ടായ ഒരു മാനസിക വിഷമം. അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവന് പെട്ടെന്ന് ഇന്ത്യ പിന്മാറി എന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവച്ചത്. പക്ഷേ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ മോദിജി തന്നെ ഒരു തവണ പോലും യു എസുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്ത് അതായിരുന്നു. കാര്യം ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാനവിടെ പങ്കുവച്ചത്. അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം നിങ്ങൾ നോക്കൂ, എന്താണ് യു എസുമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നിലപാട്. യു എസ് എന്ത് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ളൂ എന്നെടുത്ത് അവസാനം യു എസ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ചെയ്തിട്ടില്ലല്ലോ. ആ 25% നിന്ന് 18% കുറയ്ക്കുകയല്ലേ ചെയ്ത്. റഷ്യയുടെ കോൺട്രാക്ട് കാണിച്ചു തരാമോ? അല്ല, യെസ് യെസ് യെസ്, അതെ അതെ. എന്നിട്ട് അവസാന വരിയായിട്ട് അഖിൽ മാരാർ പറഞ്ഞത് ഇവിടെ രാജ്യത്തെ വിമർശിച്ചാൽ അല്ലെങ്കിൽ മോഡി വിമർശിച്ചാൽ രാജ്യ വിമർശനമായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് അഖിൽ മാരാർ അന്ന് ആശങ്കപ്പെട്ടത്. 100%. ആ ആശങ്ക ഇപ്പോഴും ഇല്ലേ? ഞാൻ ആ പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കും. അതായത് ഞാൻ അന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണോ ഇന്ത്യ പിന്മാറിയത് എന്നുള്ള എൻ്റെ വൈകാരികമായിട്ടുള്ളൊരു സംശയമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പ്രവർത്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അവർ എന്നെ വിമർശിക്കും. അപ്പം ഞാൻ അവരോട് തന്നെ ജെന്യൂൻലി പറഞ്ഞതാണ്, രാജ്യസ്നേഹവും മോദി സ്നേഹവും നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇപ്പുറത്തേക്ക് വരും. അത് ആ പോയിന്റ് കഴിഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം പിന്നീട് ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സമ്മതിച്ചു. അതായത് ഇന്ത്യ ആ യുദ്ധത്തിൽ നേടിയ മേൽക്കോയ്മ എന്താണെന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ അന്നേരം മോദിക്ക് കൈയടി കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് എല്ലാവരും പറയുന്ന കേൾക്കുന്നു, റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞ് ഇന്ത്യ കേട്ടുന്നു. അങ്ങനെ ഒരു കോൺട്രാക്ട് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. അത് കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോദിജിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല. ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചിട്ട് പൊളിറ്റിക്കലി വരുന്ന ആരോപണത്തിന് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും?